ഇന്നേ ഒരു ബ്രെഡ് വാങ്ങാൻ പറഞ്ഞതാണ് കേട്ടോ. ഏട്ടൻ വാങ്ങിയിട്ട് വന്നതാണ്. ബ്രെഡിന്റെ കളർ കണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ബ്രെഡ് കഴിക്കണത്. കണ്ടോ? ഉണക്ക ബ്രെഡ് ബട്ടർ തേച്ചിട്ട് ഇതാ കണ്ടോ അമ്മു വെറുതെ നോക്കേട്ടെ ബട്ടർ തേച്ചിട്ട് കഴിക്കുന്നുണ്ടോ? അമ്മൂര് ഇങ്ങനെ ഇഷ്ടാട്ടോ വെറുതെ ബട്ടർ തേച്ചിട്ട് കഴിക്കാനും. പക്ഷെ നമ്മളിത് ആദ്യമായിട്ടാ കഴിക്കണത്. ഇത് ഒരു ചെറിയൊരു ചൊവ്വായിട്ടാ കേട് വന്നിട്ടില്ല. ഇത് നല്ലതാണോ? നല്ലതായിരിക്കും. ബ്രൗൺ ബ്രെഡ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ എന്താ ഇതാണ്ടോ ഒരു കഷ്ണം കഴിക്കുക മക്കളവിടെ വെക്കുക. ഇവള് മാത്രമാണ് എന്താ പ്രത്യേകത കടയിൽ മനസ്സിലായില്ല. എണ്ണം കൂടുതലുണ്ടാവും വിചാരിച്ചെടുത്തോന്നാ. അമ്മ വെച്ചൊക്കെ പറയുന്ന കേട്ടോ ഉണക്ക ബ്രെഡാണ്. ഇന്ന് ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ലീവൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? നമ്മളും എന്താ എല്ലാവരും രാവിലത്തെ ആഘോഷമല്ല കുളിയും ജപമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കണം അല്ലേ കിച്ചുട്ടാ? എന്നാണ്ടോ കിച്ചു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് കേക്ക് ഇല്ലാണ്ട് എന്താ ആഘോഷമല്ലേ? ഇന്ന് രാവിലെ നമ്മൾ കേക്ക് വാങ്ങണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ ഇന്ന്. എന്താ കാരണം നമ്മൾ 2 കേക്ക് നമ്മൾ ഉണ്ടാക്കി. ഒരു പ്ലം കേക്ക് നമ്മൾ വാങ്ങുകയും ചെയ്തിരുന്നല്ലോ. കുട്ടികളൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും എന്താ ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് ഒരു കേക്ക് വേണ്ടേ? ഇന്നലെ അന്ന് വിചാരിച്ചിട്ടൊന്നും. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്ത് വെക്കാനും പറ്റിയില്ല. ഇവർ 2 പേരും കൊണ്ട് ആശുപത്രി പോകുമ്പോൾ ഞങ്ങളൊക്കെ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നല്ല വൈകിട്ടാണ് കേട്ടോ വന്നത്. അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പകുതി ഭാഗത്ത് എത്തിയപ്പോൾ ഒരു പൂരം, ആ പൂരം വേലയൊക്കെ കണ്ടപ്പോൾ കൊട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുക്കണം വിചാരിച്ചാൽ വീഡിയോ എടുത്തില്ല. നമ്മൾ ആവേശത്തിൽ ആനേനെയൊക്കെ കാണുമ്പോൾ ആവേശത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ. അപ്പോൾ ക്രിസ്മസ് ആശംസകൾ നമ്മുടെ കുഞ്ചൂസ് ഫാമിലിയിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അവിടെയല്ലോട്ടോ ഒന്നുകൂടെ പറയാനുള്ള അവസരമുണ്ട്. ഇപ്പൊ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ കേക്ക് മുറിച്ചോളിൻ. നമ്മുടെ കത്തി എന്നിട്ട് പേടിക്കണ്ടവര്. കിച്ചു പാട്ട് പാടാ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പൊ അവന് പാട്ട് കിട്ടണില്ല അത്ര. എന്തായാലും കേക്ക് മുറിച്ചോ. 2 ആളും പാടെ കൂടിയിട്ടോ 3 ആളോ മുറിക്കേ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. എന്താ ഇങ്ങനെ പറയാ? വൈനും കൂടി വേണമെന്ന് നമ്മളാ സംഭവം. ആർക്കാ ഫസ്റ്റ് കൊടുക്ക്? നമ്മുടെ കിച്ചു നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും. അമ്മ ചേച്ചിക്കൊരു പ്രശ്നം. ഇത് എല്ലാം നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. നമ്മൾ കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വിചാരിക്കരുത്. ആദ്യം അതിനാണ് കിച്ചു തന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ക്രിസ്മസ് സമയത്ത്, ക്രിസ്മസിന്റെ മുമ്പേയൊക്കെ നമ്മൾ കേക്ക് മുറിക്കല്. ക്രിസ്മസിന് നമ്മൾ കേക്ക് മുറിച്ചിട്ടേ ഇല്ല അല്ലേട്ടാ. ആദ്യമായിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ചിട്ട് അങ്ങനെ ക്രിസ്മസിന് വിഷസ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്രിസ്മസിന്റെ രാത്രിയാണ് നമ്മൾ വീഡിയോ എടുത്തത് തന്നെ. അപ്പോൾ എന്താ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ കുട്ടികളൊക്കെ വരുന്നുണ്ട് പറഞ്ഞിരുന്നു. മക്കൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ച് കഴിയുമ്പോഴേക്കും വരും. പിന്നെ ചെറിയോരില്ലല്ലോ, അവരവിടെ ഇല്ലേ, അവരവിടെ ആഘോഷിക്കുന്നുണ്ടാവും. ക്രിസ്മസ് ഒക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കും. സോനിയുടെ അച്ഛൻ പണിയെടുക്കണ മുതലാളിമാരൊക്കെ അല്ലേട്ടാ ക്രിസ്ത്യൻസ് വിചാരിക്കും. ക്രിസ്മസ് ന്യൂ ഇയർ എന്താ അതേപോലെ നമ്മൾ കേക്ക് മുറിക്കൽ ആദ്യമായിട്ടാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും എന്താ വാങ്ങാറുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നമ്മൾ 4 കേക്ക് മറ്റായി. 2 നമ്മൾ ഉണ്ടാക്കി ഇല്ലേട്ടാ. പ്ലം കേക്ക് വാങ്ങി. അങ്ങനെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഒന്നും അധികം ക്രിസ്ത്യൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്കിതിൻ്റെ ആഘോഷങ്ങൾ കമ്മിയാണ്. ക്രിസ്മസ് അപ്പൂപ്പന് ക്രിസ്മസ് അപ്പൂപ്പനെയൊന്നും നമ്മൾ കാണാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ ഞങ്ങള് ഒറ്റപ്പാലം പോയിട്ട് വരുമ്പോ അവിടുത്തെ പള്ളിയില് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തേക്കണു ലേട്ടാ. അങ്ങനെ മതി. എടുത്തോളി.
ഓ കിച്ചു അത് 4 കളിയാക്കണം. അപ്പൊ അമ്മൂന്റെ ചെറിയ അച്ഛക്കുള്ള കേട്ടോ വേണ്ട കിട്ടുള്ള ഞാൻ ഏട്ടാ അമ്മൂന്റെ എന്താ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട് പറഞ്ഞു. അവൾക്ക് കണ്ണട വെക്കാൻ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. തുള്ളിമരുന്നും എടുക്കാം. തുള്ളിമരുന്നും ഒഴിക്കണം, കണ്ണടയും വെക്കണം. അപ്പൊ കണ്ണട ഇനിയിപ്പോ നാളെ മറ്റന്നാളെ പോയിട്ട് കണ്ണട നോക്കണം കേട്ടോ. കണ്ണടയ്ക്കൊക്കെ പറയുമ്പോ എന്താ നല്ല റേറ്റ് ആണ് നമ്മൾ ചോദിച്ചു കൊടുത്തില്ലേട്ടാ. കിച്ചു ഒരു എന്താ ഏതെങ്കിലും ഒരു പാട്ട് പാടി കൊടുക്കിച്ചിട്ടാ. ഞാൻ തന്നെ പാടി ഒരു കാര്യം എന്റെ അടുത്ത് പാടാൻ പറയുമ്പോ പാടാൻ പറ്റില്ല. പാടാൻ പറയുമ്പോ പാടാൻ പാടാൻ പറയുമ്പോ നേരെ പാടിട്ടോ കിച്ചു എന്താ. പക്ഷെ പാടാൻ പറയുമ്പോ അവന് ഇത്ര നേരം ഡാൻസ് കളിക്കുമ്പോ അമ്മ നന്നായി പാടും. അമ്മുട്ടി കൊറിയൻ പാട്ട് പാടി മതി. അമ്മൂട്ടി കൊറിയൻ പാട്ട്. അവന് ക്രീം കേക്കിനോടാണ് കേട്ടോ ഒരുപാട് താല്പര്യം. കണ്ടോ അതാണ് ഞാൻ ചെറിയ കഷ്ണം വന്നത്. ഇതാ തിന്നോക്ക് മുത്തേ, തിന്നോക്ക്. ക്രിസ്മസ് കേക്കാടെ എന്നാടാ ഉണ്ടോ? അവൻ കഴിക്കണില്ലേ? അവിടെ വെച്ചോ. ദാ ദേഷ്യം വന്നിട്ട് അമ്മ കൊടുത്തോക്ക. അതാ കണ്ടോ മണത്ത് നോക്കുകയാണ്. നമ്മളൊക്കെ കഴിച്ചിട്ട് അവൻ കഴിക്കാണ്ടിരിക്കുമ്പോ നോക്ക് എന്താപ്പൂ. അമ്മൂട്ടി ഒരു കഷ്ണം തിന്നടി. എടാ നിനക്കും മാണ്ടറാ. കേക്കിന്റെ ആവേശം കഴിഞ്ഞു കേട്ടോ. ചെറിയ കേക്ക് വാങ്ങി കഴിഞ്ഞാൽ കാണുന്നവർക്ക് തോന്നും എന്താണ് ചെറിയൊരു കേക്ക് വാങ്ങി തോന്നും. അമ്മു കഴിക്കാൻ ആളില്ല. കിച്ചൂട്ടര് ഈ കേക്കല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിലാണ് കേക്ക് വാങ്ങിയാലൊരു ആഘോഷമുണ്ടോ. അവർക്കൊക്കെയാണ് കേക്ക് കൂടുതൽ. നമ്മളൊക്കെ ഒരു പൊട്ട് തിന്നാലായി നല്ല കുഞ്ഞു പീസ് എങ്ങനെ അതന്നെ. എന്താ കിച്ചൂട്ടിൻ്റെ ഈ കേക്കല്ല കേട്ടോ ഇഷ്ടം. അവന് ക്രീം കേക്കാണ് ഇഷ്ടം. അത് ഇത് കഴിച്ചപ്പോൾ തന്നെ അവയ്ക്ക് തന്നു. എന്നോട് ഇടയിൽ കൂടെ തന്നെ അമ്മ കഴിച്ചോ പറഞ്ഞിട്ട് തന്നു കേട്ടോ അവന്. പിന്നെ നീ അമ്മോ അച്ഛോ കഴിച്ചോ, ഇനി ആരെങ്കിലൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ അല്ലേ കേക്ക്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ കാണണ്ടേ? ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അതാ ചിക്കൻ. അത് ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ ആയിട്ടുള്ള വീഡിയോ നമ്മളിനി ചെയ്യാൻ പോകുന്നതാണ്. അതന്നെ അത് ചെയ്യാണ്. പിന്നെ ഇന്നലെ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് ഇന്ന് ഇടണം എന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ഞങ്ങൾ തിങ്കളാഴ്ച ഡോക്ടറോട് വിളിച്ച് ചോദിച്ചപ്പോൾ തിങ്കളാഴ്ച ഡോക്ടർ ഇല്ല പറഞ്ഞു. അപ്പോൾ ചൊവ്വാഴ്ച നമ്മൾ പെട്ടെന്ന് 2 മണിയൊക്കെ വാറുമ്പോഴാണ് കേട്ടോ വിളിച്ചു നോക്കിയത്. 2 മണിക്ക് വിളിക്കാൻ പറ്റുമോ? ആകെ അരമണിക്കൂർ നേരമാണ് അവർ വിളിക്കാൻ പറ്റുമോ? ബുക്കിംഗ് ടൈം അപ്പോഴാണ് 2 to 2:30 ഉള്ളിൽ വിളിച്ച് ടോക്കൺ എടുക്കണം. പിന്നെ ആ സമയത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു 5 മണി. ഒരു ഡോക്ടർ നോക്കുന്നില്ല പറഞ്ഞു, ഒരു ഡോക്ടർ 5 മണി എന്ന് പറഞ്ഞു. അങ്ങനെ 5 മണിക്കുള്ള ഡോക്ടറെ പോയി കണ്ടു. 2 പേർക്കും കണ്ണട വയ്ക്കാൻ പറഞ്ഞു. അമ്മുവിന് 1 മാസം കണ്ടിന്യൂ ആയിട്ട് കണ്ണട വയ്ക്കാനും അത് കഴിഞ്ഞ് ഇടപെട്ട് വായിക്കുന്ന സമയത്ത് മാത്രം വയ്ക്കാനും പറഞ്ഞു. ഒരു തുള്ളിമരുന്ന് എഴുതി തന്നിട്ടുണ്ട്. അതാണ് വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കണ ഒന്നും വേറെ നടക്കുന്നത് വേറൊരു രീതിയാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴേക്കും വേറെ വഴി കൂടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടി നീങ്ങി പോകട്ടോ. ഇപ്പോൾ ഓട്ടോറിക്ഷ നമ്മൾ നേരേക്കാൻ കൊടുക്കുമ്പോൾ 80,000 രൂപയാവുന്നു. 80,000 രൂപയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഓട്ടോ നേരേക്കണേക്കാളും നല്ല അരിയും പറയണം വേറെ എന്തെങ്കിലും ഒരു വണ്ടി എടുത്തൂടെ എന്നാണ് ചോദിക്കണത്. അതെന്താ അതും ശരിയല്ലേ, വേറെ വണ്ടി എടുക്കുക തന്നെയല്ലേ നല്ല. 80,000 റുപ്യൊന്നും ഇപ്പം നമ്മളെ കൊണ്ട് താങ്ങാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ 2 പേരും പാടെ കൂടിയിട്ട് ചെറിയൊരു വണ്ടി വേറെ എടുക്കാമെന്ന് പറയണൊക്കെ ഉണ്ട് കേട്ടോ. അത് നടക്കുമെന്നൊന്നും അറിയില്ല ചേട്ടാ. അപ്പോൾ മക്കളാണോ വെച്ചാൽ എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെ പറയുമ്പോൾ അവരെയും കൊണ്ട് എവിടേക്കും പോകാനും പറ്റണമില്ല. ചെറിയോരും ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ പോകാനും പറ്റണമില്ലല്ലോ. പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ അത്ര മോശമാണ് ഓട്ടോയുടെ കേട്ടോ. ഓട്ടോ ഇനി 80,000 റുപ്യ പറഞ്ഞാൽ അതിലും കൂടുകയേ ചെയ്യുള്ളൂ. എൻജിൻ പണിയും കാര്യങ്ങളും മൊത്തം മാറ്റണം. ഒന്നും അതിൽ നല്ലതില്ലാത്ര. അപ്പോൾ അങ്ങനെ അത് കാരണം അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എന്താ പറയുന്നതെന്ന് പറയുക, എല്ലാവർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അല്ലേ ഏട്ടാ? സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.